ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1.5 കിലോഗ്രാം വെയിറ്റിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഈ കുറഞ്ഞ വെയിറ്റിൽ ഈ ഒരു 2 ടയർ കേക്ക് എങ്ങനെയാണ് ഇത്രയും ഹൈറ്റിൽ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 6 മുട്ട, അതുപോലെ 1.5 കപ്പ് പഞ്ചസാര, വാനില എസൻസ് എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂ. വാനില ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റാക്കി ഇതുപോലെ നല്ലൊരു കളറായി കിട്ടുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഈ ബീറ്റർ കൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ലോ സ്പീഡിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ബീറ്റർ വെച്ചിട്ട് ചെയ്യരുത്. നിങ്ങൾ സ്പാച്ചില വെച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പാലിന് പകരമായിട്ട് ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ചേർക്കുമ്പോൾ കേക്കിന് നല്ല കേക്ക് കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. പാലിനെക്കാട്ടി നല്ലത് വെള്ളമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളമാണ് ഇതിന് ഇടവിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പിൽ കൂടുതലായിട്ട് വെള്ളവും ചേർത്ത് ഇടവിട്ട് ഈ മൈദയും ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന വെള്ളമോ പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുക്കുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാം മിക്സാക്കിയിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ലാസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫ്ലോർ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ ബാറ്റർ ഞാനിവിടെ 2 8 ഇഞ്ചിൻ്റെ ടിന്നിലും 2 6 ഇഞ്ചിൻ്റെ ടിന്നിലുമാണ് ഒഴിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 7 ഇഞ്ചിൻ്റെ ടിന്നിലും 2 5 ഇഞ്ചിൻ്റെ ടിന്നിലുമായിട്ട് ബേക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ കേക്കിൻ്റെ ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ ഓരോ ടയറും നല്ല ഹൈറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ബേക്ക് ചെയ്യുന്നതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഞാനിവിടെ 2 കേക്കും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഓവർനൈറ്റ് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ മുകളിലത്തെ ടയറിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ ഫൈനൽ കോട്ടാണ് കൊടുക്കുന്നത്. ഇതിൽ ഒരു 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിലായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് 4 ലെയറാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. ഓരോ കേക്കും ഞാൻ 2 ലെയർ വീതമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയർ ആക്കിയിട്ടും എടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. നമ്മൾ അതനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും. പിങ്ക് കളറിൽ ഇതുപോലെ സ്പാച്ചിലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചില ഡിസൈനാണ് കൊടുക്കുന്നത്. ചെറിയൊരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഷാർപ്പ് എഡ്ജൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. താഴത്തെ ലെയറിലുള്ള കേക്കും ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. മുകളിലത്തെ ടയറിൽ ആ ഒരു കേക്കിന് പിങ്ക് കളറ് മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടാണ് സ്പാച്ചില ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. താഴത്തെ കേക്കിൽ താഴെ മാത്രം ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. സ്പാച്ചിലയിൽ കുറച്ച് മാത്രം കളർ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കേക്ക് ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. 2 കേക്കും ഐസിങ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്.
ഇതുപോലെ പ്രിൻ്റ് ഔട്ട് സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പേപ്പർ പ്രിൻ്റ് ഔട്ട് അല്ല, സ്റ്റുഡിയോയിൽ പറഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു പ്രിൻ്റ് ഔട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പോപ്സിക്കിളിൻ്റെ ആ ഒരു സ്റ്റിക്കിലാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. താഴത്തെ ടയർ കേക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്ക്യൂവർ ആ ഒരു അളവിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ ടയർ കേക്ക് വെച്ച് കഴിയുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തടിയുടെ സ്ക്യൂവറാണ് ഞാൻ ഇതുപോലെ കുത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ പോലുള്ളതായാലും കുഴപ്പമില്ല. താഴത്തെ ടയറിന് മുകളിലായിട്ട് മറ്റേ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ടേൺ ടേബിളിൽ നിന്ന് ഇറക്കി താഴെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ സെൻറ്ററിലായിട്ട് കുത്തിയിട്ട് സ്പാച്ചില വെച്ചിട്ട് ആ ഒരു സ്ക്യൂവറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. സ്പാച്ചില അങ്ങ് മാറ്റിയിട്ട് ആ ഒരു സ്ക്യൂവർ ആ ഒരു 2 കേക്കിലേക്കും ആകുന്ന രീതിയിൽ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ആ ഹോളൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിന് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. 2 കേക്കിലേക്കും ബോർഡർ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. നോസിലൊന്നും ഇടാതെ പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഫോട്ടോ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് അതിന് ഫ്രോക്ക് വരഞ്ഞു കൊടുക്കാനായിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം ഇതുപോലെ വെറുതെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെറുതെ ആ ഒരു നമ്മൾ ഫ്രോക്ക് ഏത് കളറാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കളർ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ റോസ് പെറ്റൽസൊക്കെ പൈപ്പ് ചെയ്യുന്ന ആ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഫ്രോക്കെല്ലാം പൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റോസ് ഫ്ലവർ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേരും ഒക്കെ ഫോണിൽ കട്ട് ചെയ്തതും ബട്ടർഫ്ലൈയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ വാഫർ പേപ്പറിൽ ചെയ്തിട്ടുള്ള ആ ബട്ടർഫ്ലൈ ആണ്, നമുക്ക് എഡിബിളായിട്ടുള്ളത് വാങ്ങാൻ കിട്ടുന്ന ബട്ടർഫ്ലൈ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്. പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്